ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ മക്കളെ എവിടെ പഠിപ്പിക്കണം, എന്ത് പഠിപ്പിക്കണം എന്നുള്ളത്. എല്ലാ വർഷം ഗുരു പൂർണിമ, അതിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഞങ്ങൾ മതത്തിനനുസരിച്ചിട്ടുള്ളൊരു ദോഷം ഇവിടെ ഉണ്ടായിട്ടില്ല. വലിയ വിവാദങ്ങളായി കേരളക്കരയാകെ ഗുരുപൂജയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നിലവിൽ ചർച്ച ചെയ്യുന്നത്. ഗുരുപൂജ എന്നത് കേരളത്തിന്റെ മതേതര സംസ്കാരത്തിന് അനുയോജ്യമല്ല എന്ന അഭിപ്രായവുമായി മത രാഷ്ട്രീയ സംഘടനകളും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ രംഗത്ത് വരുന്നുണ്ട്. കേരളക്കരയാകെ ഈ വിവാദങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ പെരിന്തൽമണ്ണ വള്ളുവനാട് വിദ്യാഭവൻ സ്കൂളിൽ ഗുരുപൂജ നടത്തിയെന്ന ആരോപണവുമായിക്കൊണ്ട് പെരിന്തൽമണ്ണ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിരുന്നു. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധ്യാപകരും വിദ്യാർത്ഥികളും മാനേജ്മെന്റ് പ്രതിനിധികളും പ്രതികരിക്കുന്നു അവരുടെ പ്രതികരണങ്ങളിലേക്ക്. നമ്മളോടൊപ്പം ഈ ഒരു സ്കൂളിന്റെ മാനേജർ കൃഷ്ണകുമാർ സാർ ചേരുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഈ ഒരു കാര്യം ചർച്ച ചെയ്യപ്പെടുകയാണല്ലോ. ഇത് കുറെ കാലങ്ങളായി തുടരുന്ന ഒരു പ്രക്രിയയാണ്, അതല്ലെങ്കിൽ ഈ അടുത്ത കാലത്താണ്? എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദാംശം? ഇത് ഇപ്പോൾ ഈ പറയുന്ന ഗുരുപൂജ അല്ലെങ്കിൽ ഗുരുപൂർണിമ എന്ന് പറയുന്ന ചടങ്ങ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഇവിടുത്തെ സാംസ്കാരിക പരിപാടിയുടെ ഭാഗമായിട്ട് ഇവിടുത്തെ ജനത ഫോളോ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോൾ വിദ്യാഭാരതി എന്ന് പറയുന്ന വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നൊരു സ്ഥാപനമാണ് ശ്രീ വള്ളുവനാട് വിദ്യാഭവൻ. ഈ വിദ്യാഭവൻ സ്ഥാപിതമായിട്ട് ഏകദേശം 35 വർഷമായി. ഈ 35 വർഷമായി ഇവിടുത്തെ കാര്യക്രമങ്ങളിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യക്രമമാണ് ഈ ഗുരുപൂർണിമ ദിവസം ഇത്തരം ആചാര്യന്മാരെ, ഗുരുക്കന്മാരെ കൊണ്ടുവന്ന് അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യക്രമം. കഴിഞ്ഞ 35 വർഷമായിട്ട് ഞങ്ങൾ ഫോളോ ചെയ്യുന്ന കാര്യമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഇത്ര വലിയ വിവാദമാക്കുന്നത് എന്ന് മാത്രം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഞങ്ങളുടെ കുട്ടികൾക്ക് സംസ്കാരം പകർന്ന് നൽകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. നമ്മളെക്കാൾ മുതിർന്ന ആളുകളെ, ആചാര്യന്മാരെ, ഗുരുക്കന്മാരെ ആദരിക്കുക എന്നുള്ളത് ഈ കൾച്ചറിൻ്റെ, ഈ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ആ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്കത് പകർന്നു കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കാര്യപരിപാടി. ഞങ്ങളുടെ എല്ലാ കാര്യപരിപാടികളും അങ്ങനെയാണ് നടക്കുന്നത്. ഇപ്പം നിലവിൽ നടക്കുന്ന ഈ ഒരു പ്രതിഷേധം രാഷ്ട്രീയപരമായിട്ടാണോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം നമ്മൾ സംശയിക്കാൻ. ഇതിൽ വേറെ എന്തെങ്കിലും സതുദ്ദേശമുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. ദുരുദ്ദേശപരമായിട്ടുള്ള രീതിയിലാണ് ഇതിനെ, ഒരു ഫേക്കായ രീതിയിലാണ് ഇതിനെ സമൂഹത്തിൽ ഇത് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്നത്. നിർബന്ധിച്ച് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, ഇപ്പോൾ പുതുതായിട്ട് കൂട്ടിച്ചേർക്കുന്നു, ഒന്നുമല്ല. ഞങ്ങൾ ഈ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒരു കുട്ടിയെ നിർബന്ധിച്ച് നമ്മളിത് ചെയ്യിപ്പിക്കില്ലെന്ന് മാത്രമല്ല, ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന ഓരോ കുട്ടിയും ഓരോ പേരൻറ്റും എന്താണ് ഈ വിദ്യാലയത്തിൽ നടക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യം അവർക്ക് വരുത്തിക്കൊണ്ടാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത്, എല്ലാ പേരൻസും. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഇത്രയധികം വ്യാജ പ്രചരണങ്ങൾ സമൂഹത്തിലുണ്ടായിട്ട് ഒരു പേരൻ്റ് പോലും ഞങ്ങളെ ചോദ്യം ചെയ്യുകയോ ഞങ്ങളോട് പ്രതിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. കാരണം എന്താണ്? അവർക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഇതാണ് നടക്കുന്നത്. ഇത് അവരുടെ കുട്ടികൾക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ് അവരുടെ കുട്ടികളെ ഈ വിദ്യാലയത്തിൽ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് കുട്ടികൾക്ക് ഈ സംസ്കാരം കൊടുക്കുക എന്ന് പറയുന്ന കാര്യക്രമങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒരു അടി പോലും പിന്നോട്ട് പോകില്ല. ഞങ്ങൾ പൂർവാധികം ശക്തിയോടുകൂടി കുട്ടികൾക്ക് കൃത്യമായ രീതിയിൽ സംസ്കാരം ലഭിക്കുന്ന രീതിയിലുള്ള കാര്യക്രമങ്ങളിൽ ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. നമ്മളോടൊപ്പം ഈ സ്കൂളിലെ പ്രിൻസിപ്പൽ ഹരിദാസ് ചേരുകയാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്, എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇത് അനാവശ്യമായ ചർച്ചകളാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരളത്തിൽ 400ഓളം സ്കൂളുകളുണ്ട് വിദ്യാനികേതന്. അതിലൊക്കെ 40 വർഷമായിട്ട് തുടങ്ങിയ സ്കൂളുകളിൽ മുതൽ, ആദ്യത്തെ സ്കൂൾ 40 വർഷം മുമ്പാണ് തുടങ്ങി, അന്ന് മുതൽ ഈ സംവിധാനം, ഈ പരിപാടികളൊക്കെ സ്കൂളുകളിൽ നടന്നു വരുന്നതാണ്. നമ്മൾ പിന്നെ ഇവരൊക്കെ പറയുന്ന പോലെ മതപരമായിട്ട് എന്തെങ്കിലും ഇവിടെ പഠിപ്പിക്കുക, അതിനൊരു പീരീഡോ ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ ഉള്ളത് ഭാരതീയ സംസ്കാരവുമായി ബന്ധപ്പെട്ട നമ്മുടെ അക്കാദമിക് കാര്യങ്ങളുടെ കൂടെ അത്തരം ചില ലെസൺസും കൊടുക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില ആക്ടിവിറ്റികളുടെ ഭാഗമായിട്ടാണ് ഇത്തരം ആചരണങ്ങളൊക്കെ നടത്തുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഇതിൽ മാത്രമല്ല, നമ്മൾ അക്കാദമിക് നിലവാരത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു സ്കൂളാണ്. നമുക്ക് കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മുടെ 10ാം ക്ലാസ്, +2 പരീക്ഷകളിൽ നല്ല ഉയർന്ന വിജയം, ജില്ലയിൽ തന്നെ ഉയർന്ന വിജയം നേടുന്ന സ്കൂളാണ്. പിന്നെ എല്ലാ കുട്ടികളും ഈ സയൻസ് ഫസ്റ്റ് അതുപോലുള്ള കോമ്പറ്റീഷൻസിലൊക്കെ തന്നെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നതാണ്. നമ്മളെല്ലാ വിദ്യാഭ്യാസ NCERT അല്ലെങ്കിൽ ദേശീയ കരിക്കുലത്തിൻ്റെയൊക്കെ അതേ ഫോളോ ചെയ്ത് അത് അതിൻ്റേതായ ആ അക്കാദമിക് ഉയർന്ന ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ സംസ്കാരപരമായിട്ട് ചില കാര്യങ്ങളും പഠിപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള ചില ആചരണങ്ങളാണ് ഈ ഗുരുപൂജ. ഇനി നമ്മൾ രാമായണ മാസം ഉണ്ടാവും, നമ്മൾ നവരാത്രി ആഘോഷിക്കാറുണ്ട്, നമ്മൾ വിദ്യാരംഭം ആഘോഷിക്കാറുണ്ട്. ഇതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗുരുപൂജ, ഗുരുവന്ദനം എന്ന പരിപാടികൾ നടത്തുന്നത്. ഈ ഒരു വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ രക്ഷിതാക്കളുടെ ഒരു പിന്തുണ എങ്ങനെയാണ്?
രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് ഇവർക്ക് ഒരു രക്ഷിതാവിനെയോ ഒരു കുട്ടിയെ പോലും ഇവരുടെ ഭാഗത്ത് കിട്ടിയില്ല. ഇവർക്ക് നമ്മുടെ സ്കൂളിനെതിരെ സംസാരിക്കാൻ ഒരു രക്ഷിതാവിനെ പോലും, അല്ലെങ്കിൽ ഇവിടുന്ന് പുറത്തു പോയ ഒരു പൂർവ്വ വിദ്യാർത്ഥിയെയോ അല്ലെങ്കിൽ പൂർവ്വ രക്ഷിതാവിനെയോ ഒരാളെയും ഇവർക്ക് ഇതേവരെ കിട്ടിയിട്ടില്ല. സ്കൂളിനെതിരെ ആരും സംസാരിച്ചിട്ടില്ല. മാത്രമല്ല, ഇന്ന് ഇവിടെ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് രക്ഷിതാക്കളാണ് സപ്പോർട്ട് വേണോ അല്ലെങ്കിൽ ഞങ്ങൾ വരണോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു. ഞങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ടും 100 കണക്കിന് രക്ഷിതാക്കൾ ഇവിടെ എത്തി. അപ്പോൾ അത്തരം രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ച ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഭയങ്കര പിന്തുണയാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതിനെ നമ്മൾ ശക്തമായിട്ട് ഈ പ്രചരണത്തെ നേരിടണം എന്നുള്ളതാണ് രക്ഷിതാക്കളുടെ അഭിപ്രായം. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാഭവൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ നമ്മളോട് പ്രതികരിക്കുകയാണ്. അവരുടെ പ്രതികരണങ്ങളൊന്ന് കേട്ടു നോക്കാം. ഞങ്ങൾ ഈ സ്കൂളിൽ എന്താണ് പണ്ട് ഞങ്ങൾ സ്കൂൾ തുടങ്ങിയ ആ ഒരു ടൈമിൽ തന്നെ ഈ പരിപാടി ചെയ്തു തുടങ്ങാറുണ്ട്. ഞങ്ങൾ എല്ലാ വർഷം ഗുരു പൂർണിമ. അതിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഇത് വന്നിട്ട് ടീച്ചേഴ്സിനൊരു റെസ്പെക്റ്റ് കൊടുക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് ഞങ്ങൾക്ക് ഫോഴ്സ്ഡ് ആയിട്ട് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ LKG മുതൽ ഇവിടെ പഠിക്കേണ്ട ആ വർഷമൊക്കെ ഗുരുപൂർണിമ അന്ന് ഈ പരിപാടിയൊക്കെ ഉണ്ടാവാറുണ്ട്. എല്ലാവരും നിർബന്ധിച്ച് ചെയ്യിക്കാറില്ല. വേണ്ടാത്തവർ ചെയ്യില്ല. അതും ക്ലാസ് ലീഡർമാർ മാത്രമേ ചെയ്യാറുള്ളൂ. അതും വേണ്ടാത്തവർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കുട്ടികൾക്കുള്ള റെസ്പെക്റ്റ് മാത്രം കാണിക്കണമല്ലോ അതിൽ. നമ്മൾ ടീച്ചേഴ്സിനെ ഇങ്ങനെ റെസ്പെക്റ്റ് ചെയ്യാനും ഒരു ഗ്രാറ്റിറ്റ്യൂഡായിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ട്രഡീഷൻ്റെ പാർട്ട് മാത്രമല്ല, അവരുടെ അനുഗ്രഹം വാങ്ങിക്കാനുള്ള രീതിയാണ്. പിന്നെ നമ്മളുടെ ഇവിടെ പാദപൂജ മാത്രമല്ല, നമ്മൾ മാതൃപൂജ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഒരു റെസ്പെക്റ്റ് എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ ആരും അങ്ങനെ ഫോഴ്സ് ചെയ്യാറൊന്നുമില്ല. ഞാൻ ഈ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷം ആവാനായി. എൻ്റെ എൽഡർ സിബ്ലിങ്ങും ഈ സ്കൂളിൽ തന്നെ പഠിച്ചിട്ടുള്ളത്. നമുക്ക് ഇന്നേ വരെ ഒരു റിലീജിയസ് ബേസ്ഡോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്രഡീഷൻ ബേസ്ഡോ ഒരു വ്യത്യാസമോ കാര്യങ്ങളൊന്നും ഇതുവരെ നമുക്ക് ഫേസ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ അതിൻ്റെതായിട്ടുള്ള കുറച്ച് വാല്യൂസ്, അതിൻ്റെതായിട്ടുള്ള കുറച്ച് ട്രഡീഷൻസ് ഉണ്ട്. അത് ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യും. അതിന് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പോ കാര്യങ്ങളോ അല്ല. എന്തെന്നെ ആയിക്കോട്ടെ, നമുക്കിവിടെ കിട്ടുന്ന എഡ്യൂക്കേഷൻ കാര്യങ്ങൾ അതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ നിൽക്കണേ. ട്രഡീഷൻസ് നമ്മൾ ഫോളോ ചെയ്യാതെ നമ്മളെ കൺട്രീൻ്റെ ഭാഗമാണ്, നമ്മളെ സ്കൂളിൻ്റെ ട്രഡീഷൻസിൻ്റെ ഭാഗമാണ്. ഇത്രയേ ഉള്ളൂ. വള്ളുവനാട് വിദ്യാഭവൻ സ്കൂളിലെ പാദപൂജ വിവാദവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരിക്കുന്നതിന് വേണ്ടി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ നമ്മളോടൊപ്പം ചേരുകയാണ്. കേരളമൊട്ടാകെ പടർന്നു പന്തലിച്ചിരിക്കുന്ന ഭാരതീയ വിദ്യാനികേതൻ എന്ന പ്രസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് ഏറ്റവും എല്ലാ തരത്തിലും നമുക്ക് അഭിമാനിക്കാവുന്ന വിധത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഈ വള്ളുവനാട് വിദ്യാനികേതൻ, ഇവിടെ നമ്മളെല്ലാവരും നമ്മുടെ മക്കളെ കൊണ്ടുവന്ന് ചേർത്തിരിക്കുന്നത് എന്ത് കൊടുക്കണം നമ്മുടെ മക്കൾക്ക് എന്ന് അറിയാവുന്ന അമ്മമാരാണ് ഈ നിൽക്കുന്ന ഞങ്ങളെല്ലാവരും. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ മക്കൾക്ക് എന്ത് കിട്ടണം, എവിടുന്ന് കിട്ടും. ആ ഒരു പ്രതീക്ഷയിൽ ഭാരതീയ സംസ്കാരത്തിൽ ഊന്നിക്കൊണ്ട് നല്ല അറിവ് നേടുന്നതിനൊപ്പം അവന് അറിവ് മാത്രം പോരാ, വേർതിരിവും അറിവിൻ്റെ എല്ലാ തലത്തിലും അവൻ ഉയർന്നു പോകണം, അല്ലെങ്കിൽ അവൾ ഉയർന്നു പോകണം എന്നുള്ള പ്രതീക്ഷയോടുകൂടെ ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്തു. ഇവിടുത്തെ ഗുരുപൂജ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മളിന്ന് പുറത്തൊക്കെ കാണുന്നത് ഗുരുവിനെ ശവകുടീരം ഒരുക്കി റീത്ത് സമർപ്പിക്കുക, അല്ലെങ്കിൽ ഗുരുവിനെ റൂമിൽ അടച്ചിടുക, ആ സംസ്കാരത്തിൽ നിന്നൊക്കെ മാറി ഗുരുവിനെ കണ്ടാൽ വന്ദിക്കാനും പാദപൂജ ചെയ്യാനും പാകത്തിലുള്ള സംസ്കാരം കൊടുത്ത് വളർത്തുന്ന മക്കളെ നമുക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് കൂടെ ഒരു മുതൽക്കൂട്ടാണ്. ഞങ്ങളുടെ മക്കളെ എവിടെ ചേർക്കണമെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ ചേർത്തിയിരിക്കുകയാണ്. ഈ പരിപാടിക്ക് ഇത്ര പബ്ലിസിറ്റി കൊടുത്താൽ നമ്മുടെ മീഡിയയിലെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ വിദ്യാനികേതനിൽ എന്ത് നടക്കുന്നു എന്ന പബ്ലിസിറ്റി കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഇവിടുത്തെ ഈ രാഷ്ട്രീയ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണെങ്കിലും അവർക്കൊക്കെ ഈ അവസരത്തിൽ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ മക്കളെ എവിടെ പഠിപ്പിക്കണം, എന്ത് പഠിപ്പിക്കണം എന്നുള്ളത്. അതിന് ആരുടെയും എത്ര എതിർപ്പുണ്ടെങ്കിലും ഞങ്ങൾ അതിന് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. എൻ്റെ കുഞ്ഞിനെ ഇവിടെ ചേർക്കാൻ കാരണം തന്നെ ഞങ്ങളിവിടെ അടുത്താണ് താമസം. പിന്നെ ഇത്രയും നല്ലൊരു സ്കൂൾ ഉണ്ടാകുമ്പോൾ അവിടെ ഇവിടെ കൊണ്ടുപോയി ചേർക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ ഞങ്ങൾക്ക് എതിർപ്പൊക്കെ തന്നിരുന്നു. പക്ഷേ ഞങ്ങൾ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ഇതിൽ തന്നെ ഇവിടെ തന്നെ ആക്കിയതാണ്. ഈ വിദ്യാഭ്യാസം കിട്ടണം, കുട്ടിക്ക് വിദ്യാഭ്യാസം കിട്ടിയാൽ മാത്രം പോരാ, മുന്നോട്ട് പോകാനുള്ള എല്ലാ ധൈര്യവും ഇവിടുന്ന് കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഇവിടെ ആക്കിയതാണ്. ഇല്ല, 2 വർഷം ഇവിടെ തന്നെയാണ് പഠിച്ചത്. ഇതുവരെ ദോഷം, ഞങ്ങൾ മതത്തിനനുസരിച്ചിട്ടുള്ളൊരു ദോഷം ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ മതം പഠിപ്പിക്കേണ്ടത് അവനവൻ്റെ വീട്ടിലാണ്. എൻ്റെ വീട്ടിൽ ഞാൻ പഠിക്കുന്നത് എന്താണോ അതെൻ്റെ മോൾക്കും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് നമ്മളാണ് വീട്ടിൽ നിന്നാണ് പഠിപ്പിക്കേണ്ടത്. മതം ഇത് സ്കൂളല്ലേ, ഇത് സ്കൂളിൽ വിദ്യാഭ്യാസം കൊടുക്കൽ അത് സ്കൂളിൻ്റെ കടമയാണ്. അത് അവർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഞങ്ങളതായിട്ടുള്ള മദ്രസ പഠനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾ കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല. അത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. തോന്നിയിട്ടില്ല. ഇവിടെ ഈ സ്കൂൾ ഞങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ ആക്കിയത്. പിന്നെ ഇങ്ങനെ പൂജകളും എല്ലാം ഉണ്ടാവും. പിന്നെ നമ്മളെ ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം എന്നെ പഠിപ്പിച്ചവരെ കണ്ടാൽ നമ്മളൊന്ന് ആദരിക്കൂലേ, അത്രേ ഇവിടെ നടന്നിട്ടുള്ളൂ. അതിപ്പോൾ
ഞാൻ 2 വർഷമായിട്ട് ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കണത്. എൻ്റെ മോള് ഇവിടെ അധികം കുട്ടികളും പറയാം എല്ലാ പ്രാർത്ഥനയും ഒറ്റയടിക്ക് പറയും. അവൾ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുത്തിട്ടോ അല്ല, ഇവിടുന്ന് കേട്ട് പഠിക്കണതാണ്. അത് അവളുടെ മനസ്സിൽ കയറി. അത് എല്ലാ മതം നമ്മൾ പഠിക്കണം, എല്ലാം പഠിച്ചിട്ട് അതിനനുസരിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. അതിൽ എന്താണ് അവർക്ക് തോന്നുന്നത് അത് പഠിക്കുക, അത്രയേ ഉള്ളൂ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ അധ്യാപകരും വിദ്യാർത്ഥികളും മാനേജ്മെന്റ് പ്രതിനിധികളും ഒരേ സ്വരത്തിൽ പ്രതികരിക്കുന്നത് ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ യാഥാർത്ഥ്യമില്ല എന്ന് തന്നെയാണ്. ഈ ഒരു വിദ്യാലയത്തിന്റെ തുടക്കകാലം മുതൽ ഏകദേശം 30 വർഷത്തിലധികമായി ഇത്തരം കാര്യങ്ങൾ തുടർന്ന് പോരുന്നു എന്നൊരു അഭിപ്രായമാണ് അധ്യാപകരും വിദ്യാർത്ഥികളും ഒരേ സ്വരത്തോടു കൂടെ നിലവിൽ പ്രതികരിക്കുന്നത്. ഒരു മതത്തിന്റെയും പക്ഷം പിടിക്കാതെ മതേതരമായി തന്നെയാണ് നിലവിൽ ഈ ഒരു വിദ്യാലയം പ്രവർത്തിക്കുന്നത് എന്ന് തന്നെയാണ് ഇവർക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. പെരിന്തൽമണ്ണ വള്ളുവനാട് വിദ്യാഭവൻ സ്കൂളിൽ നിന്നും ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. Serene ambience, total indulgence, traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand-picked fruits, freshest veggies, finest groceries, enticing gifts, crockeries, and cosmetics. The value that always meets your expectations. Jam June Hypermarket, exceeding expectations.